ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ നൈറ്റ് ഞാൻ തിരിച്ച് കൊച്ചിയിൽ വന്നപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു മൈൻഡ് വന്നു. സോ ഐ റിയലി വോണ്ട് ടു ഗോ ടു സം പ്ലേസ് വെയർ കുറച്ച് ഹിന്ദു ബ്രാഹ്മിൻ ടച്ച് വരുന്ന ഈ കോലം അഗ്രഹാരങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസിലോട്ട് പോകാനാണ് എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ചെന്നൈ മധുരൈ റീജിയനിലേക്ക് ഇതുണ്ട്, പക്ഷേ നമുക്ക് കുറച്ചുകൂടി നിയർ ആയിട്ട് പോകാം എന്ന് എവിടെ നോക്കിയപ്പം നമ്മുടെ പാലക്കാടുള്ള കൽപ്പാത്തി എനിക്കുള്ള റൈറ്റ് ചോയ്സ് ആയിട്ട് ഫീൽ ചെയ്തു. സോ ഒന്നും നോക്കിയില്ല, നൈറ്റ് 12:30 ട്രെയിൻ കയറി ടു കൽപ്പാത്തി. ആൻഡ് ട്രെയിൻ കയറുമ്പം ആൻഡ് വൈൽ പ്ലാനിങ് ദിസ് ഹോൾ ട്രിപ്പ് എൻ്റെ മൈൻഡിലുള്ള തിങ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ കൽപ്പാത്തിയിലെത്തുന്നു, കുളിച്ച് റെഡിയായി പോകുന്നു. അവിടെ കോലങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തിടുന്നു, അവരുടെ മോർണിംഗ് ഫിൽറ്റർ കോഫി കുടിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസൊക്കെ ആയിരുന്നു എൻ്റേത്. പക്ഷെങ്കിൽ വാട്ട് ഹാപ്പൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഞാൻ ട്രെയിൻ കയറി ആൻഡ് ട്രെയിനിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ലൈക്ക് ട്രെയിനിൽ രണ്ടാൾക്കാർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു, അടിയായി, ഫിസിക്കൽ അടിയിലേക്ക് അത് മാറി. ഞാൻ കറക്റ്റ് ആ ബോഗിയിൽ തന്നെ വരികയും ചെയ്തു. ഐ കുഡ്ന്റ് ഈവൻ സ്ലീപ്പ്. അടിച്ച് മൂക്കൊക്കെ ബ്ലഡ് വന്ന് ഫുൾ സീനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം എങ്ങനെയാ ആ ടൈമിൽ ഉറങ്ങാൻ പറ്റും? നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല, നമ്മളുടെ ലൈഫ് തന്നെ ഡേഞ്ചറിലാണ്. അപ്പം അവസാനം പോലീസ് വന്നവരെ പിടിച്ചുകൊണ്ട് പോയി. ആൻഡ് ദ ഫണ്ണി ഫാക്ട് ഈസ്, ഈ വഴക്കൊക്കെ നടക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളെ നോക്കി, അതാണ് വഴക്കിൻ്റെ കാരണം. ഓക്കെ, ആൻഡ് ഞാൻ ആ വഴക്കിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം, വേറൊരു വീഡിയോയിൽ ഇടാം, ബിക്കോസ് അതിന് ഒത്തിരി പറയാനുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറക്കം ശരിയാവാത്തത് കൊണ്ട് ഐ വാസ് സോ ടയേർഡ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉറങ്ങിയിട്ട് എൻ്റെ രാവിലത്തെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഐ മിസ്ഡ്. കാര്യം ഉറക്കമില്ലാണ്ട് നേരിട്ടതിന് പോയാലും ഇന്നത്തെ ഒരു ഹോപ്പ്ഫുൾ ഡേ ഞാൻ ഡെഡായിരിക്കും. ആൻഡ് ഇപ്പം ഞാൻ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നമുക്ക് നേരെ കൽപ്പാത്തിയിലേക്ക് പോകാം എന്നുള്ളൊരു മൈൻഡിലാണ്. കാര്യം എനിക്കിപ്പോൾ കൽപ്പാത്തിയിൽ പോവുകയാണെങ്കിലും ഞാൻ വിചാരിച്ച ആ ഒരു മോർണിംഗ് വൈബ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പം എനിക്ക് വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിനടുത്ത് തന്നെ കുറച്ച് ഫേമസ് ഷൂട്ട് മനകളും കാര്യങ്ങളും വാട്ടർഫോൾസ് അങ്ങനെ കുറച്ച് പ്ലേസസ് ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നാളെ ഏർലി മോർണിംഗ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് മനയിലോട്ട് പോയാലോ എന്നൊരു മൈൻഡുണ്ട്. ഓർ മേ ബി ഡയറക്റ്റ്ലി ഐ വിൽ ഗോ ടു Kalpati today itself. Anyway, I'll show you where I'm going to go. Literally, I'm very excited to visit Kalpati and to show you guys കൽപ്പാത്തിയിലെ ഓരോരോ വിശേഷങ്ങളും. നമ്മളിപ്പോൾ കൽപ്പാത്തിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൽപ്പാത്തി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി പീസ്ഫുൾ ഏരിയ. ആൻഡ് നമ്മുടെ പഴയ പൈതൃകവും പഴമയൊക്കെ ഇന്നും ഒട്ടും മാറ്റാതെ നിലനിർത്തുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ മെയിൻലി കുറേ അഗ്രഹാരങ്ങളും ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും. അഗ്രഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ മതിലിനോട് ചേർന്നാണ് അടുത്ത വീട് നിർമ്മിച്ചിരിക്കുന്നത്. സോ അതാണ് ഈ അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മിക്കയിടത്തും അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഓരോ വീടിൻ്റെ മുറ്റത്തും നമുക്ക് രാവിലെ ഈ കോലങ്ങൾ വരച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഡെയിലി ഇവർ അവരുടെ ഒരു കൾച്ചറിൻ്റെ പാർട്ടായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ കോലങ്ങൾ വരയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കുറേ അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം രാവിലെ തന്നെ അമ്പലത്തിൻ്റെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. കുറേ തമിഴ് ബ്രാഹ്മിൻസ് കുടിയേറി പാർത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ഒരു കൽപ്പാത്തി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൽപ്പാത്തിയിലെ ഫേമസ് പഴയ ഫുഡ് സ്പോട്ട് ആയിട്ടുള്ള മുരളീസ് കഫേയിലേക്ക് തന്നെയാണ് പോയത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അതായത് സ്ലേറ്റും ചോക്കിലും ആണ് ഇവർ ഇപ്പോഴും കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ മുരളീസ് കഫേയിലാണുള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ പാലക്കാടൻ സേവയാണ്, അതുപോലെ പൂരി മസാല, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. പക്ഷേ നമ്മൾ വന്ന സമയം ശരിയല്ലാത്തത് കൊണ്ട് സാധനം തീർന്നു. ഇനി ഇവിടെ ഉള്ളത് ഇവിടുത്തെ മസാല റോസ്റ്റ് നല്ലതാണെന്ന് കേട്ടു. അപ്പം മസാല റോസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം, വേറെ വഴിയില്ല. ഇതാണ് നമ്മുടെ കഫേയുടെ ഒരു സോ മസാല റോസ്റ്റ് വന്ന് നമുക്ക് ഇവിടുത്തെ മസാല റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ കൊച്ചി അതുപോലെ കേരളയിലെ ബാക്കിയുള്ളിടത്തേക്ക് കിട്ടുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടൊരു തമിഴ് ഫ്ലേവർ ഉണ്ടോ എന്നിട്ട് നമുക്ക് നോക്കാം.
കൊള്ളാം. അത് ഷോ യു. അതാണ് ഇതിനുള്ളിലെ മസാല വരുന്നത്. അതുപോലെ ചട്നി, ടൊമാറ്റോ ചട്നി, സാമ്പാർ. സോ നമുക്ക് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇന്നേ ദിവസം ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജ നടക്കുന്ന ഒരു ദിവസമായിരുന്നു. ഒരുപാട് പൂജാരികളൊക്കെ വന്നിട്ട് ഒരു എന്തോ ഒരു വലിയ പ്രത്യേക പൂജ, ഇവരുടെ മെയിൻ ഡേ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ അറിയില്ല, എങ്കിലും ഐ എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്. ലൈവ് ടി വി ടെലികാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള ഒരു പൂജയായിരുന്നു ഈ ദിവസത്തിൻ്റെത്. ഇറ്റ് വാസ് ഓൾ എ വെരി ന്യൂ ഡിഫറെൻറ്റ് ഫീലിംഗ് ഫോർ മീ. ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അമ്പലത്തിൽ ഈ ഒരു പൂജയ്ക്കൊക്കെ പാർട്ടാവുന്നത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ഐ ലിറ്ററലി ലവ്ഡ് ഇറ്റ്. ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, ഈ അമ്പലത്തിൻ്റെ ഒരു സ്മെൽ, മണവും അവിടുത്തെ പാട്ടുകളും ഒക്കെ കൂടി ഒരു സ്പെഷ്യൽ, ഒരു വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്. അതെല്ലാം ഞാൻ അതിൻ്റെ ഓരോ നിമിഷങ്ങളും ഐ എൻജോയ്ഡ്. It's a place very rich in culture. I love it. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ളത് ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കുറെ പഴയ വാദ്യോപകരണങ്ങളുടെ ഒരു ശേഖരണമാണ് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ LED ഡിസ്പ്ലേയിൽ ഈ ദഫ്മുട്ട്, ഒപ്പന, പഴയ കുറെ കലാരൂപങ്ങൾ, കൽപ്പാത്തിയിലെ കുറെ പ്രത്യേകമായിട്ടുള്ള ഹൈലൈറ്റ് തിങ്സ്, കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇവർ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ആൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുതരും. ഇവിടുത്തെ കൽപ്പാത്തിലെ മെയിൻ ആണ് കൽപ്പാത്തി രഥോത്സവം. നമ്മളിപ്പം ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കലയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന, സംഗീതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും, സംഗീത വാദ്യോപകരണങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്കും അതിനോടൊരു പ്രിയമുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിയമാണിത്. നവരസങ്ങൾ ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ. എനിക്ക് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നമ്മൾ വീഡിയോയിൽ എത്ര കാണിച്ചാലും ഈ ഒരു നേരിട്ട് കാണുന്ന ആ ഒരു ഫീലും, നേരിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നതും, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പോകുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. സോ എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുക ഈ ഒരു മ്യൂസിയവും കൽപ്പാത്തിയും ഒക്കെ തന്നെ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ പാലക്കാടിന്റെ നെന്മാര മേളയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം തൃശ്ശൂർ പൂരം എന്ന് വിചാരിച്ചിട്ട് ഗൈഡിനോട് ചോദിച്ചു, തൃശ്ശൂർ പൂരം അല്ലേ? അപ്പോൾ പറഞ്ഞു അല്ല, ഇത് നെന്മാര മേളയാണ്. ഇത് April 1 ഈ ഒരു ഇവന്റ് നടക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ഈ രണ്ടു പേരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പൊറാട്ട് നാടകം കേട്ടിട്ടുണ്ടോ? പൊറാട്ട് നാടകം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു നാടകമാണ്. ഇതിനകത്തെ രണ്ട് മെയിൻ കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും. അത് വാക്സ് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇറ്റ് വാസ് എ വൗ ഫാക്ടർ ഫോർ മീ. അതുപോലെ നമ്മുടെ പൊറാട്ട് നാടകത്തിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വോളിൽ കാണാൻ സാധിക്കും. പൊറാട്ട് നാടകം മാത്രമല്ല, തുള്ളൽ, കഥകളി, അങ്ങനെ ഒരുപാട് കലകൾ. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, കലയെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ ഡെഫിനറ്റ് സ്പോട്ടാണിത്. അടുത്തതായി ഇത് കർണാട്ടിക് സംഗീതത്തിന്റെ ഒരു ഏരിയ ആണ്. കർണാട്ടിക് സംഗീതത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും അതിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. Being an art lover, I really had a great time over here. And നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യൂബിക്കൽ ബോർഡ് എന്നു മനസ്സിലാവും. നമ്മുടെ സ്വന്തം നിർമ്മിക്കുന്നതിന്റെ ഓരോ സ്റ്റെപ്സ് ഈ ക്യൂബ്സിന്റെ ഓരോ സൈഡിലായിട്ട് എഴുതിയിരിക്കുന്നതാണ്. And after this we are leaving from this museum and heading to the next location. And our next location is none other than Tipu Sultan Fort, അഥവാ Palakkad Fort. Hi all.
സോ ഇപ്പൊ ഞാൻ കറന്റ് നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ഫോർട്ട് അഥവാ നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടിലാണ്. ഈ ഫോർട്ട് ഇന്ത്യയിൽ 1766 നമ്മുടെ ടിപ്പു സുൽത്താന്റെ അച്ഛനായിട്ടുള്ള ഹൈദർ അലിയാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബ്രിട്ടീഷുകാർ ഈ ഒരു ഫോർട്ടിനെ വീണ്ടും പുനരുദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് കറന്റ്ലി ഈ ഒരു ഫോർട്ട് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വെരി പ്രൊട്ടക്റ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫോർട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഫോർട്ടാണ് നമ്മുടെ ഈ ഒരു പാലക്കാട് ഫോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫോർട്ട്, fully made of rocks. This is a very ancient fort, fully rock ആണ്, പാറയിലാണ് ഈ ഫോർട്ട് ഫുള്ളി ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഹ്യൂജ്. ഒരു ഈവനിങ് ടൈമിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കറക്റ്റ് സ്പോട്ടാണ്. കാര്യം ഇഫ് യു ലുക്ക് അറൗണ്ട് മെയിൻലി ഫാമിലീസ്, കപ്പിൾസ്, ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ട് ഇവിടെ. സോ ഈ ഒരു നമ്മുടെ കുട്ടികളുടെ എല്ലാം ഒരു അവധി ടൈമാണ്. സോ പേരൻസ് ക്യാൻ കം with kids here and spend the vacation. I'm literally enjoying it. I'm literally taking it all in. Karim, it's the first time me coming for a solo trip like this. ഞാൻ എൻ്റെ പരിപാടിക്ക് എല്ലാത്തിനും ഒറ്റയ്ക്കാണ് പോകുന്നത് മോസ്റ്റ്ലി. ബട്ട് ഇങ്ങനൊരു ട്രിപ്പ് എന്നുള്ള രീതിക്ക് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്ലേസിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി ഐ ഗോ ഓൺലി ഫോർ മൈ വർക്ക്. അല്ലാതെ ട്രിപ്പിനായിട്ട് ഞാൻ പോകുന്നത് തീരെ കുറവായിരുന്നു. ബട്ട് ഐ സ്റ്റാർട്ടഡ്. വൈ നോട്ട്? ഓൾ ഓഫ് യു മസ്റ്റ്. Because this is a time that we can enjoy. This is a time that we can spend for ourselves. So, ഈ time we have to use the maximum. ഗൈസ്, നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാർ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണോ ഇഷ്ടം, അതോ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഗുഡ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഗുഡ്. പക്ഷേ ദ തിങ് ഈസ്, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, ഫ്രണ്ട്സ് ഇല്ലാതെ എനിക്ക് ലോകമില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. യു ഹാവ് ടു spend time with yourself. We have to taste that happiness, that goodness. Okay, once you get to know that happiness, then you will travel, you will spend time with yourself. Friends illengil onnu pattilla ennulla oru concept okke maatanam. It's not like that, guys. When we ask parents, നമുക്ക് അവരൊന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം is, ഞാൻ ഈ പൈസ എൻ്റെ മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യുക, ഐ എം സേവിങ് ഇറ്റ് ഫോർ മൈ കിഡ്സ്, ഫോർ ദെയർ ഫ്യൂച്ചർ. ആക്ച്വലി വൈ? they have to earn it by themselves. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ വെച്ചിട്ടല്ല മക്കൾ ജീവിക്കേണ്ടത്. if they want, they must earn. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പേരൻസ് മക്കൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം അല്ല. that's not your responsibility. You guys give them good education, good manners, good lifestyle, in a way like good manners and all, and ബാക്കി എങ്ങനെ ലൈഫ് ജീവിക്കണം in a good way, how to earn money, ഇതൊക്കെ മക്കൾ നോക്കേണ്ട കാര്യം. ഈ ഒരു ഈവനിങ് ടൈമിൽ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ഷെയ്ഡിൽ വന്ന് ഈ ഒരു ഫോർട്ടിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര കാമാവും. ഈ ഒരു ഈവനിങ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഫ്രണ്ട്സ്, ഫാമിലീസ്, കപ്പിൾസ്, കുറേ ആൾക്കാരോടെ വന്ന് അവരുടെ ഒരു ഈവനിങ് ടൈം എൻജോയ് ചെയ്യുകയാണ്. നോട്ട് ഈവൻ ഹ്യൂമൻസ്, നമ്മുടെ സ്ക്വിറൽസ്, ബേർഡ്സ്, അങ്ങനെ ലോട്ട് ഓഫ് വണ്ടർഫുൾ ക്രീച്ചേഴ്സ് ഓഫ് ഗോഡ്, അവരും അവരുടെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് എൻജോയ് ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ. ആൻഡ് എല്ലാവരും must visit this place or any other place which would make your mind more peace, comfort. കാര്യം നമ്മുടെ വർക്ക് സ്ട്രെസ്, വർക്ക് ലോഡ് എല്ലാം ഒന്ന് മാറ്റി വെച്ച് we should spend some time for ourselves. And for me this visit was something like that. And yes, so finally നമ്മുടെ ഈ ഒരു ബ്ലോഗ്, സ്മോൾ വീഡിയോ എൻ്റെ ആണെന്നൊരു ടൈം ആയിരിക്കുകയാണ്. And this was my first attempt at vlogging, and a lot of mistakes will be there, a lot of things to be corrected. And yes, you can comment down in the comment section. And till our next video, goodbye from my side.
see you all in my next vlog, and bye to this wonderful fort who gave me a lot of memories.